അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സൺഡേ നമ്മുടെ വ്ളോഗാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായില്ലേ ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഞാൻ ഒന്നരാടം ഉള്ള വ്ളോഗ് ഇപ്പോൾ 2 ദിവസമാവണുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒന്നരാടം തന്നെ മാക്സിമം ഞാൻ ആക്കും. എന്താ പറയുക, ചില തിരക്കുകൾ കാരണമാണ് കേട്ടോ ഇങ്ങനെ ആയത്. അങ്ങനെ ഇതാ ഞാൻ എന്താ പറയുക, പാല് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇക്കയും മോനും. ആ സമയത്ത് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു. കാറ് മാറ്റിക്കഴിഞ്ഞാലാണ് കാറിൻ്റെ താഴെയുള്ള ആ ഒരു ഇലകളും ചളിയും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് കാറ് പോയ ഉടനെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അവർ പാലും കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഇതാ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയും കൂടി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയിപ്പോവും. പിന്നെ ഈ ഭാഗത്തേക്ക് ഞാൻ ഉച്ചയ്ക്ക് തുടയ്ക്കാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മൊത്തം അടുക്കളയിലല്ലേ. അപ്പോൾ ഇതാ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ. പിന്നെ ഇതാ ഒരുപാട് കമൻസ് ഉണ്ട്. ഒരുപാട് പേര് എന്താ റിപ്ലൈ തരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വ്ളോഗ് വഴിയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് വ്ളോഗ് കണ്ടിട്ട് കമൻറ്റ് ഇടുന്നവർ നെക്സ്റ്റ് വ്ളോഗ് കാണാൻ മറക്കരുത്. ഓക്കെ. അങ്ങനെ ഇതാ കപ്പ് മാറിയോ ചോദിക്കുന്നുണ്ട്, ചായക്കപ്പോ. അത് മാറിയിട്ട് കുറച്ചായി. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് കുറച്ചായില്ലേ? ശരി. അപ്പോൾ അത് പാലും കൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം പോയി ചായക്ക് വെക്കണം കേട്ടോ. ഹായ് ജിനി, ആ ഒനിയൻ സ്ലൈസർ മെഷീൻ പ്ലീസ് ഒന്ന് കാണിക്കാമോ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ കാണിക്കാം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ. ഒരു വ്ളോഗിൽ അത് കാണിക്കാം. അതിൻ്റെ മിക്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. ഓക്കെ. അതേപോലെ ഈ ഇടയായിട്ട് നമ്മുടെ വീഡിയോന് ഭയങ്കര അഡിക്റ്റായി പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു കേട്ടോ. ഇപ്പോൾ കത്തി വേണം നമ്മുടെ ഈ ഒരു പാൽപാത്രം തുറക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കിട്ടണേ ഇല്ല. അപ്പോൾ ഞാൻ കത്തി വെച്ച് തുറന്നിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ നൈസ്, സൂപ്പർ, അങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ട്. നനച്ചുള്ളി കഴിഞ്ഞോ ചോദിച്ചിട്ടുണ്ട്. നനച്ചുള്ളി കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ എന്തായാലും എടുക്കും. അപ്പോൾ കംപ്ലീറ്റ് വ്ളോഗ് എടുത്തിട്ട് ഒറ്റ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ആ ഒരു സംഭവം. അങ്ങനെ ഇതാ എന്താ പറയുക, ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മളിതാ ഈ ഒരു സംഭവം മറന്നത്. എന്താണ് രാവിലെ തന്നെ കിളി പോയ അവസ്ഥയാണോ എനിക്ക് എന്ന് വരെ തോന്നിപ്പോയിട്ടോ. പിന്നെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ തിളയ്ക്കാത്ത പറഞ്ഞ് നോക്കുമ്പോണ്ട് ചായപാത്രം വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയിട്ടില്ല, ഫ്ലെയിം. നല്ല അടിപൊളി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. പിന്നെ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു കുട്ടിക്ക് വേണ്ടിയിട്ട്. എനിക്ക് റിഹാൻ പിന്നെ ചായ തന്നെയാണല്ലോ കുടിക്കുന്നത്. പിന്നെന്താണ്, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉമ്മ ഉപ്പ 2 മക്കളാണോ? ഇടയ്ക്ക് ഒരു ചെറിയ കുട്ടിയെ കാണാറുണ്ട്. ഇടയ്ക്ക് അതാ ചോദിച്ചത് എന്ന്. ഇവിടെ എനിക്ക് 2 കുട്ടികൾ, പിന്നെ ഉമ്മ ഉപ്പ ഇക്ക ഞാൻ കേട്ടോ. പിന്നെ ആ ചെറിയ കുട്ടീനെ കാണുന്നത് എൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ. അവൾ ജോലിക്ക് പോവാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ ആക്കിയിട്ട് പോകും. അങ്ങനെ കാണുന്നതാണ് നമ്മുടെ വ്ളോഗിലോട്ട്. ഇടയ്ക്ക് വരും. ക്യാമറയ്ക്ക് മുന്നിലൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വ്ളോഗിൽ നിൽക്കാൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾ വേഗം ഓടി വരും. അങ്ങനെയാണ്. അങ്ങനെ ചായയൊക്കെ സെറ്റാക്കി ഇതാ അയൻകുട്ടി ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിരുന്ന് ചായ എല്ലാം കുടിക്കണം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് നമ്മുടെ മാക്രോണി. അപ്പോൾ അത് വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു മാക്രോണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോൺ വെജ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ വെജ് മാത്രമാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് എൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഈ ഒരു ചായ കുടിക്കുന്ന സമയത്താണ് അത് കാര്യമായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കളഞ്ഞു പോകുമ്പോഴാണ് അവിടെ നായ എന്തോ കടിച്ചു കൊണ്ടുവന്നിട്ടിട്ടേ രക്തം കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഇവിടെ കഴുകി വിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നേരെ അടിച്ച് വാരാനൊന്നും നിൽക്കണ്ട, മൊത്തത്തിൽ അങ്ങ് കഴുകി വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൃത്തിയാവുമല്ലോ. അടിച്ച് വാരി പിന്നെ കഴുകാൻ നിൽക്കുമ്പോൾ ഇരട്ടിപ്പണിയായിരിക്കും. അപ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം വീണുകൊണ്ട് പൊടിയും ഇലയൊക്കെ അതിൽ തന്നെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ഒന്ന് ഇവിടെ കഴുകി വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോൾ ട്രിപ്പ് പോകാത്തതിൻ്റെ മെയിൻ റീസണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പാക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ പോകാറ്. ഞങ്ങൾ ഒറ്റയ്ക്കായിട്ട് പോയ ട്രിപ്പുകളില്ല. എനിക്ക് തോന്നുന്നു റിഹാൻ ഒരു 2-2.5 വയസ്സാവുമ്പോൾ നമ്മൾ
ചെന്നൈക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെയുള്ള ട്രിപ്പൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്, അല്ലാണ്ട് ഒറ്റയ്ക്കുള്ള ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പോകാനൊരു ഇതില്ല. അത് കാരണമാണ് ഉപ്പാക്കും വയ്യാണ്ടായി യാത്ര ചെയ്യാനും പറ്റാണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാത്തത്. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ അപ്പോൾ പോവാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടേക്ക് ഒന്ന് വേഗം കഴുകിയെടുത്തു. നമ്മൾ ഉള്ളിലുണ്ടായിരുന്ന ഒരു കട്ടിലിനടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. നായ്ക്കളൊന്നും കിടക്കാറില്ല, കിടക്കാണ്ടിരിക്കട്ടെ, പേടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇനി വന്ന് കിടക്കുമോ എന്നുള്ളത്. പിന്നെ വേഗം വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അതിന് വേണ്ടിയിട്ടുള്ള വലിയുള്ളി, ചെറിയുള്ളി വേണ്ട, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ചോപ്പ് ചെയ്ത് എടുക്കും ചെയ്യണം വലിയുള്ളിനും തക്കാളിനൊക്കെ. ഇപ്പോൾ വലിയുള്ളി തൊലി കിട്ടാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ഇതാ മാക്രോണി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യം ഇച്ചിരി ഉപ്പും എണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ നന്നാക്കി ക്ലീനാക്കി വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഞാനിതിലോട്ട് ഈ ഒരു ടൈപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മട്ടർ എടുത്തിട്ടുണ്ട്, പച്ചയാണ്. അപ്പോൾ വെള്ളം ആയപ്പോൾ ഞാൻ മാക്രോണി കംപ്ലീറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പുറത്തോട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലോട്ട് 2 വലിയുള്ളിയും 1 തക്കാളി ചോപ്പ് ചെയ്തതും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ സ്പൂണിൽ ചേർത്ത് കൊടുക്കാം, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലോട്ട് സോസുകൾ ചേർത്ത് കൊടുക്കണം. മാക്രോണി ഉണ്ടാക്കുമ്പോൾ പൊതുവേ കുറച്ച് സോസൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം 1.5 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. സോയാ സോസ് മാത്രം 1 സ്പൂൺ കേട്ടോ. ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷെസ്വാൻ ചില്ലി ഗാർലിക് സോസ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ അത് ചേർക്കുമ്പോൾ. പിന്നെ ഇതാ 1 സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസും 1 സ്പൂണ്. അതിന് പകരം ഗ്രീൻ ചില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. പിന്നെ പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് നല്ല നോയ്സ് ഉണ്ടാവും കേട്ടോ, ഞാൻ പകൽ ടൈമാണ് വീഡിയോ എടുക്കുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല 2 സ്പൂണ്, മല്ലിപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, 2 മാഗി ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മസാലയ്ക്ക് പകരം മന്തി മസാല, കപ്സ ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ മാക്രോണി വന്നിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ ഇതാ മട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. മട്ടർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മസാല സെറ്റായി പിന്നെ ഞാൻ നമ്മുടെ മാക്രോണി ഊറ്റിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിക്കനും എഗ്ഗൊന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ വെജ് ലവേഴ്സിന് പറ്റിയ സംഭവം കൂടിയാണ്. മാഗി ക്യൂബ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പത്തിരി ആവി കയറ്റിയാൽ ഒട്ടിപ്പിടിക്കില്ലേ, അതിലും നല്ലത് ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നതാണ്. ദോശക്കല്ലിൽ ആക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഈ ഒരു പത്തിരി ഉണ്ടല്ലോ ആവി കയറ്റിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് വരും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാക്ക് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോയി ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ദോശയും പിന്നെ ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റെസിപ്പി ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി ആൾക്കാർ. ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ എനിക്ക്, ഈ പൊടികളൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എന്തായാലും കാണിക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇക്ക കുളിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ വേഗം ബാക്കിയുള്ളതൊക്കെ എടുക്കുകയാണ് കേട്ടോ. സ്പൂണ് കുറച്ച് ചൂടുണ്ടായിരുന്നു. പിന്നെ ജിനിത്ത നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ, മാഷാല്ലാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഫാമിലി. താങ്ക് യു സോ മച്ച് മുത്തേ. നമ്മുടെ വീഡിയോസൊക്കെ എപ്പോഴും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലിപ്സ്റ്റിക്ക് കൂടുതൽ ഇട്ടതല്ല, ഫിൽറ്റർ ഇട്ടപ്പം അതിൽ അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ഗ്രീൻ ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ള ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഇടാറുണ്ട്, പക്ഷെ കട്ടിക്ക് ഇടാറില്ല. അതിൽ ഫിൽറ്ററും കൂടി ഇട്ടപ്പം അത് കട്ടിക്കായിട്ട് തോന്നുന്നതാണ് കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതാണ് സംഭവിക്കാറ്, മനസ്സിലായോ? അയൻകുട്ടി എന്തൊക്കെയോ ചെയ്തിട്ടാണല്ലോ വരുന്നത്.
പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ ജിനിമാന്ന് പറഞ്ഞിട്ടുണ്ട്, ജിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കത്തിപ്പിടിച്ചതിൻ്റെ പറഞ്ഞിട്ടാണ് തോന്നുന്നു അല്ലേ. കുറച്ച് ശ്രദ്ധ കുറവാണ്, എന്നാലും ഞാൻ ഇനി മുതൽ അല്ലെങ്കിൽ ഇനി മാക്സിമം ശ്രദ്ധിക്കാം. എനിക്ക് പൊതുവേ ശ്രദ്ധ ഭയങ്കര കുറവാണ്. പണ്ടൊക്കെ എൻ്റെ ഷോളൊക്കെ കത്തുമായിരുന്നു നമ്മൾ ഈ കുക്ക് ചെയ്യണ സമയത്തൊക്കെ കേട്ടോ. ചില സമയത്ത് കുക്കർ തട്ടും. ഇപ്പം അതൊക്കെ കമ്മിയായിട്ടുണ്ട്. പിന്നെ കത്തി മുറിച്ച് കിട്ടിയാൽ അന്ന് എന്തായാലും എൻ്റെ കയ്യിൽ കത്തി തട്ടും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നത് ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. നമ്മളിന്ന് ഒരുപാട് റെസിപ്പികൾ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ കാണാറുണ്ട്. സൂപ്പർ, താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ മൂത്ത മോനെ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണോ? അതിന് വേറെ ലോകമൊന്നും ഇല്ലേ? ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാം ആ ചെക്കൻ കമ്പ്യൂട്ടറിന് മുന്നിൽ തന്നെയുണ്ട്, അവിടെ ഇരുന്ന് ഫുഡും കഴിക്കും, ഏതു നേരം അവിടെയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കമൻ്റ് ഉണ്ട്. അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവന് അധികം പഠിക്കായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്തതേ അവൻ പഠിക്കണം. അവൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂമിലൊക്കെ പോയിരുന്ന് കമ്പ്യൂട്ടർ നോക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാൻ അവനെ പ്രൈവസിയിൽ അത് കൊടുക്കാറില്ല, പബ്ലിക്കായിട്ട് തന്നെ, അതായത് ഹാളിൽ ഇരുന്നിട്ട് തന്നെ അവൻ കമ്പ്യൂട്ടർ നോക്കാറുള്ളത് കേട്ടോ. റൂമിലൊന്നും ഞാൻ കൊടുക്കാറുമില്ല, നോക്കാറുമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇത്ര വലിയ തെറ്റാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പിന്നെ കൊഞ്ചി സംസാരിക്കരുത് എന്ന്. പിന്നെ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്, ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഇനി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ ഏജിൽ. ഓരോ ഏജ് വരുമ്പോൾ നമുക്ക് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ മാറുമ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ സംസാരിക്കാം. അല്ല എന്താ ഞാൻ പറയുക? അതിനൊക്കെ കമൻസ് നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുന്നതല്ലേ അതൊക്കെ. ഓക്കെ, വരട്ടെ. പിന്നെ ആ ചിക്കൻ്റെ റെസിപ്പി കണ്ടേ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. തേങ്ങാപ്പാലിങ്ങനെ വറ്റിച്ചെടുത്ത സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ചിക്കൻ എന്താ പറയുക, പെപ്പർ ചിക്കനാണ്, പക്ഷെ ഞാൻ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി കാണാം കേട്ടോ. പിന്നെ ഞാൻ ഈ അടുത്തൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. ബട്ടർ ചിക്കൻ അങ്ങനെയല്ല ഉണ്ടാക്കാറ്. ബട്ടർ ചിക്കൻ്റെ ഏകദേശമൊക്കെ ഉണ്ട്, പക്ഷേ ബട്ടർ ചിക്കൻ കംപ്ലീറ്റ് അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കാറ്. അത് നിങ്ങളൊന്ന് പോയി വീഡിയോ നോക്കണേ. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക്, ഇതെല്ലാം നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, നല്ലൊരു മണം വരട്ടെ കേട്ടോ. ഇതൊരു 10 പീസിൽക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ഈ ഒരു പൊടി. ഇത് കംപ്ലീറ്റ് വേണം. അപ്പം ഞാനിതാ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് പൊടിച്ചു കൊണ്ടുവരണം. ഭയങ്കര അങ്ങ് പൊടിയാക്കണ്ട, ഈ ഒരു ലെവലിലങ്ങ് ആക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. 2 വലിയുള്ളിയാണ്, ചെറുതാക്കി അങ്ങ് ചോപ്പ് ചെയ്തെടുത്തോ കേട്ടോ. കൂടെ ഒരു തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തോ. അപ്പോൾ വലിയുള്ളിയൊക്കെ കംപ്ലീറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ സ്പൈസസ് പൊടിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് പെട്ടെന്ന് തെറിച്ച് പോന്നാലോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇവിടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിതാ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച 2 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ മല്ലിയില കൊത്തിയരിഞ്ഞതും തക്കാളി ചോപ്പ് ചെയ്തതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, വലിയ സ്പൂണിലാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയില്ലേ, ഇത് കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പെപ്പർ മാത്രം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കന് ഇതിലോട്ട് അങ്ങ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കുറച്ച് കുഴിയുള്ള പാത്രങ്ങൾ എടുത്താൽ ഒന്നുകൂടി സൗകര്യം. നോൺ വെജ് ആണ്, നമ്മുടെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലത്. ഇതും നോൺ സ്റ്റിക്കിൻ്റെ അതേ സെയിം എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈ കാസ്റ്റ് അയണിൻ്റെ ചട്ടി. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ സൈഡിൽ ഇതാക്കി കൊടുക്കാം, ആവശ്യമുള്ളവർ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കുക്കായ ശേഷം നമുക്കിതിലോട്ട് എന്താ പറയുക, ഒരു കട്ടിക്കുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ
ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതാ ഇത്രയും കട്ടിക്ക് എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കണം. എന്നിട്ടൊന്ന് തിളച്ച ശേഷം ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് വറ്റിച്ചെടുത്താലാണ് അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായി വേവും ചെയ്യും. ഇച്ചിരി കൂടി വലുപ്പമുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇളക്കാൻ ഒന്നുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി സെറ്റാക്കിയ ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നെയ്ച്ചോറും അല്ല പുലാവും അല്ല, അങ്ങനത്തെ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി 1 കിലോ ആണ്, ജീരകശാലയുടെ അരിയാണ്. അതൊന്ന് വെള്ളത്തിൽ ഇട്ടെടുക്കും കൂടെ വേണം കേട്ടോ. പിന്നെ എനിക്ക് പാലക്കാടൻ ബിരിയാണി നല്ല ഇഷ്ടമാണ്. അത് കഴിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജിനിത്താനെ കണ്ടത്. എന്നെ കണ്ടിട്ടുണ്ടോ? എവിടുന്നാ? എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? ബസ്ല എന്നുള്ള ഒരു ID നിന്നാണ് കേട്ടോ, ബസീല പറഞ്ഞിട്ടുള്ള ഒരു ID നിന്നാണ് ഈ ഒരു കമൻറ്റ് കണ്ടത്. ഞാൻ മറന്നതാണോ എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. അടിപൊളി, നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ വീഡിയോസ് ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ റിപ്ലൈ ഒക്കെ ഞാനിതാ ഇങ്ങനെയാണ് തരുന്നത്, അത് മനസ്സിലാക്കണേ. പലരും എന്താ റിപ്ലൈ തരാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ്സ് കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. റിപ്ലൈ ഒക്കെ ഞാൻ ഇങ്ങനെയാണ് തരുന്നത്. അപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് പ്ലസ് പുലാവ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇട്ട അനിയത്തിയുടെ ബിരിയാണിയുടെ റെസിപ്പിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന ഒരു പാർട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 2 കിലോ ബിരിയാണിക്കാണെങ്കിൽ 6 സ്പൂണെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അത് ഓക്കെ ആക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. ഞാനിന്ന് തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കാൻ പോണത്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഒന്ന് നന്നാക്കി എടുത്ത ശേഷം നമുക്ക് ഇത് തുടങ്ങാം. നെയ്ച്ചോറ് പ്ലസ് പുലാവ് ഉണ്ടാക്കൽ തുടങ്ങാം. രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് അത് മനസ്സിലാക്കുക. പിന്നെ ഇതാ വേഗം പോയി തക്കാളിയും വലിയുള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ എന്തായിന്ന് നോക്കാമല്ലോ. ദാ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ കംപ്ലീറ്റ്. പിന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് സോഫ്റ്റ് വരും കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു നാരങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ചിക്കൻ ഒന്ന് അരമണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയാലോ, എണ്ണയിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി, 1 തക്കാളി, 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വഴണ്ട് വന്ന പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയ പിന്നെ ഞാനിവിടെ ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ നമ്മുടെ 1 കിലോ എന്താ പറയുക റൈസിലോട്ട്. പിന്നെ നമ്മുടെ മട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം. ഈ മട്ടറും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ, നല്ലപോലെ ഒന്ന് വഴണ്ടും വരട്ടെ കേട്ടോ. അപ്പുറത്ത് നമ്മൾ ചിക്കൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ അടച്ച് വെച്ചിട്ട് അപ്പുറത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് മതി കേട്ടോ, ഈ ഒരു ലെവലിൽ മതി. ഇച്ചിരി ഗ്രേവി അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ ആ ഒരു ഗ്രേവിയിൽ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഈ ചട്ടിയിൽ എന്തായാലും വെക്കരുത്, കാസ്റ്റ് അയണിൻ്റെ ചട്ടി. കുക്കിംഗ് കഴിഞ്ഞാൽ അതിന് വേഗം എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ഒരുപാട് ഇരുമ്പിൻ്റെ ചുവ അടിക്കും. അത് മറക്കരുത്. നമ്മൾ എത്ര കഴിഞ്ഞാലും എത്ര യൂസ് ചെയ്ത് പഴകിയാലും അതൊന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മീൻകറി ഇതിൽ ഉണ്ടാക്കാണ്ടിരിക്കണതാണ് നല്ലത്. പുളിയുള്ള കറികളൊന്നും ഏറ്റവും ബെസ്റ്റ് പുളിയുള്ള കറി ഉണ്ടാക്കാൻ മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട്.
അടിപൊളിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചാൽ നമ്മൾ ആ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ പോകും കേട്ടോ. ഓയിലൊക്കെ അതൊന്നും ഇങ്ങനെ വേർതിരിഞ്ഞ് വന്നതാണ്. അത്രയും ടൈം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഇതാ നമ്മുടെ റൈസ് ഇങ്ങനെ റൈസിലോട്ട് വേണ്ട മസാല ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ അരി അളന്ന പാത്രത്തിൽ ഒരു 1.25 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഫുള്ള് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും 1.25 ആകുമ്പോൾ തന്നെ കറക്റ്റ് വേവായിട്ട് കിട്ടും. പിന്നെ ഇച്ചിരി ഉപ്പും കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട്. പിന്നെ അത് അരി കഴുകി വാർന്ന് വെച്ചതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റൈസ് ഭയങ്കര വൈറ്റ് ആയിരിക്കില്ല, ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സംഗതി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇച്ചിരി മല്ലിയിലൊക്കെ മുകളിലോട്ട് തൂവി കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് മാത്രം ഒന്ന് ഓപ്പൺ ആക്കി എടുത്താൽ മതി. ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്തും കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റമാണ് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പം എനിക്ക് ഇന്നലെ കൊതിയായി. ഫ്രിഡ്ജിലാണെങ്കിൽ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. പക്ഷേ ഞാൻ ഇതിൽ ഇച്ചിരി സോയാ സോസ് കൂട്ടിയെടുത്തിട്ടുണ്ട്. അവളുടെ സോയാ സോസ് കുറച്ച് കമ്മിയാണ്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസിൽ കുറച്ച് സോയാ സോസ് കൂട്ടിയെടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനിത് നന്നാക്കി എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലല്ലേ ഇത് ഇടണ്ടേ, അതും ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇടേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചത്തുപോയിക്കോളും. പൊതുവേ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറൊക്കെ നന്നാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ആൻറ്റിബയോട്ടിക്സ് അല്ലേ നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് നന്നാക്കി കഴുകി വൃത്തിയാക്കി വാരി വയ്ക്കണം. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. മൈദ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലവറും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിൽ ഒരു 3/4 സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടൊരു ബാറ്റർ തന്നെ കേട്ടോ നമുക്ക് ഇതിലോട്ട് വേണ്ടത്. നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ടിട്ട് എന്താ പറയുക നന്നായിട്ട് മിക്സാക്കിയിട്ട് പൊരിച്ചെടുക്കാനാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേറെ കുറേ ഐറ്റംസ് ഉണ്ട്, അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ആ സമയത്ത്. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് പെറുക്കിയെടുത്തിട്ട് വറുത്തെടുക്കണതാണ് നല്ലത് കേട്ടോ. നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ചില്ലി ഗോബി ഡ്രൈ ഫ്രൈ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ഇത് എന്താ പറയുക എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുക്കാക്കി എടുക്കുക. ഒന്നും കൂടെ കോട്ടിങ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇടയിലുള്ള വൈറ്റൊന്നും കാണില്ല കേട്ടോ. അപ്പം ഒരു കോളിഫ്ലവർ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതിനെ വറുത്ത് കോരി എടുക്കണം. 2 സെറ്റായിട്ട് തന്നെ വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല, പിന്നെ അതിൻ്റെ കോട്ടിംഗ് ഒന്നും പോണില്ല കേട്ടോ. ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ലപോലെ കോട്ടിങ് ആയി കിട്ടും. ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് അങ്ങ് ഇട്ട കാരണമാണ് ഇങ്ങനെ ആയത് കേട്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് കോട്ടായി കിട്ടും. അപ്പോൾ ഞാനിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് എന്താ പറയുക വേറൊരു മസാലയും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ സ്പ്രിങ് ഒനിയൻ ഇല്ലേ, ഇതിൻ്റെ വൈറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചതച്ചത്. അതൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മളിതാ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വലിയ ഉള്ളിയും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്പൂണ് ടൊമാറ്റോ സോസ്, 2 സ്പൂണ് ചില്ലി സോസ്, പിന്നെ ഒരു 1.5 സ്പൂണ് സോയാ സോസ് മിക്സ് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കലക്കിയും കൂടി വെക്കുന്നുണ്ട്, അതും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് ആയ ശേഷം നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ മിക്സാക്കി വെച്ച സോസുകൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് സോയാ സോസ് നിങ്ങൾക്ക് 1 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ് മതിച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ കോൺഫ്ലോർ മിക്സാക്കിയതും ചേർത്ത് കൊടുത്തിട്ട് കൈയെടുക്കാണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ കോളിഫ്ലവറും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ.
വേർതിരിച്ചെടുക്കണേ, ഓരോന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാ നല്ലതുപോലെ നമ്മൾ മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് ഇനി ഇത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്തെടുക്കാം. എനിക്ക് ഇന്ന് കുക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായിട്ട് ഞാൻ ചിക്കനും ഇതും മാത്രമല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോൺ വെജ് റെസിപ്പി കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ടതായിരിക്കാം മേ ബി. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കോളിഫ്ലവറാണ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി തുടച്ചൊക്കെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കണം, പിന്നെ സെർവ് ചെയ്യണം, കഴിക്കണം. ഈവനിങ് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിനും പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ കുറേ വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് പ്രൊമോഷൻ വർക്കുകൾ വന്നതിൻ്റെ തീർത്തു കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഒരെണ്ണം തീർത്തു, ഇനിയിപ്പോൾ 2 കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് തീർക്കണം. അപ്പോൾ നമ്മുടെ പ്രൊമോഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലാണ് അപ്ലോഡ് ചെയ്യാറ്. ഇൻസ്റ്റ പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതിനെ ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടി കെട്ടാൻ വഴിയില്ല, മുടി തലയിൽ ഷോളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പകുതിക്ക് മാത്രം കാണിക്കുന്നത്. കാരണം നനഞ്ഞ മുടിയല്ലേ, അത് കെട്ടാൻ ശരിയാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റിഹാനും അയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സമയം 1:45 2 മണി തന്നെയാണ് കേട്ടോ ആയത്. നമ്മൾ സ്വീറ്റും കൂടി ഉണ്ടാക്കണം വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. റിഹാനാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേക്ക് ഗുലാബ് ജാമുൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഉണ്ടാക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, അത് കാരണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവനക്ക് നെയ്ച്ചോറ്, മട്ടൻ കറി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇവിടെ ധാരാളം മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ് ഉണ്ടാക്കാനൊരു മടിയായിരുന്നു. ഇനിയിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ, ഗുലാബ് ജാമുൻ തന്നെയാണ്. അപ്പം ഞാനിതാ വേഗം ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ ഞാനൊരു 1/4 മണിക്കൂറോളം, അത്രയല്ല കൂടുതലേ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ റിഹാൻക്ക് ഒഴിവുള്ള സമയത്താണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തു തരാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് അങ്ങനത്തെയൊക്കെ എടുത്തു. പിന്നെ മണ്ണാർക്കാടാണോ വീടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ, മണ്ണാർക്കാട് തന്നെയാണ് എൻ്റെ വീട്. കുറേ പേര് അത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ ചർച്ചിൽ ഉത്സവമായിരുന്നു കേട്ടോ, തേരുന്ന് അങ്ങനെ എന്തോ പറയില്ലേ, അതായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഒരു 6:30 7 മണിയാകുമ്പോഴാണ് നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഇതിലോട്ട് തന്നെയാണ് കേട്ടോ, ഓഡിറ്റോറിയത്തിലോട്ട് തന്നെയാണ് പോണത്. പക്ഷേ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അതിന്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് ആ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, നമ്മുടെ ജിമ്മിലത്തെ ഓണറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. പിന്നെ റിഹാന ഇമാതിരി കാര്യങ്ങൾക്കൊന്നും വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കുറേ വിളിച്ചു, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പക്ഷേ എനിക്ക് വന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ ഫുള്ള് ജിമ്മിലത്തെ ഫ്രണ്ട്സുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് കേട്ടോ. പോയതും ഫോൺ അവനെ ഏൽപ്പിച്ചു, ചെറിയൊരു വീഡിയോ എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് വീഡിയോസൊക്കെ എടുത്തു തന്നു. പിന്നെ കുറേ നമ്മൾ സ്റ്റേജിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ബോക്സാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സൊക്കെ ഒരുപാട് പേര് കൊണ്ടുപോയല്ലോ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവരുടെ ടേസ്റ്റ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ബോക്സ് മാത്രം കേട്ടോ മേടിച്ചത്. അങ്ങനെ എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റയും യൂട്യൂബും FBയും എല്ലാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.